വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 4-ാം തീയതി ഡിസംബർ മാസം 2025 രാവിലെ 8:12 ആയിട്ടുണ്ട്. ഈ പോയിൻ്റ് ഓഫ് കൺട്രോളിൽ നിറച്ച ആൾക്കാർക്ക് കൺഫ്യൂഷനുണ്ട്. അത് എന്താണെന്നുള്ളത് പറയാം. കാര്യത്തിൽ ഫെയർ വാല്യൂ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഇത് മാർക്കറ്റ് പ്രൊഫൈലാണ്. അപ്പം ഇത് പുതുതായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് കുറവായിരിക്കും. അങ്ങനെ പഠിച്ച് സ്വന്തമായിട്ട് ഒരു സെറ്റപ്പ് റെഡിയാക്കി സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് കയറണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അതായത് ആരുടെയും അഡ്വൈസ് ഇല്ലാതെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം മാർക്കറ്റ് പ്രൊഫൈൽ എന്ന്. ആ മാർക്കറ്റ് പ്രൊഫൈലിൽ ഞാൻ ഓൾറെഡി ഗൂഗിൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പോയിൻ്റ് ഓഫ് കൺട്രോൾ. അതിനകത്ത് കുറേ ബേസിക്സ് ഉണ്ട്. ഈ ബേസിക്സ് വെച്ചിട്ടാണ് ഞാനിവിടെ നമ്മുടെ ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ പ്രീമിയം, അതായത് ഓപ്ഷൻ്റെ പ്രീമിയത്തിൻ്റെ പോയിൻ്റ് ഓഫ് കൺട്രോളാണ് ഞാൻ പറയുന്നത്. അത് മാർക്കറ്റ് പ്രൊഫൈൽ പഠിച്ചാൽ മതി. മാർക്കറ്റ് കാൾസ് എന്ന് പറഞ്ഞ് യൂട്യൂബിലൊരു ചാനലുണ്ട്. അത് ബാംഗ്ലൂരിലുള്ള രാജേന്ദ്രൻ സാറിൻ്റെ ഒരു വീഡിയോ ആണ്, യൂട്യൂബാണ്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ നിറയെ ബേസിക്സ് അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പം ഇതിനെക്കുറിച്ച് ഇതാണ് എനിക്ക് തരാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ. നിങ്ങൾ ഇവിടെ നിന്ന് അടുത്ത ലെവലിലോട്ട് അന്വേഷിച്ച് കാര്യങ്ങൾ ലേൺ ചെയ്യുക. ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ പോയിൻ്റ് ഓഫ് കൺട്രോൾ രാവിലെ പറഞ്ഞിരുന്നു. ഇത് പ്രീമിയത്തിൻ്റെ പോയിൻ്റ് ഓഫ് കൺട്രോളാണ് പറഞ്ഞത്. ഫെയർ വാല്യൂ ഞാൻ എടുക്കുന്നത് ഒരു സ്ട്രൈക്ക്, അതായത് ഫോർ എക്സാമ്പിൾ 26,000 ആണെങ്കിൽ അതായിരിക്കും അറ്റ് ദ മണി. മാർക്കറ്റ് മൂവ് ആകുമ്പം അറ്റ് ദ മണി മാറിക്കൊണ്ടേയിരിക്കും. 25,900, 25,950, അങ്ങനെ എവിടെയൊക്കെ നിഫ്റ്റി ഫ്യൂച്ചർ, നിഫ്റ്റി അങ്ങനെ ഈ മൂവ് ആകുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 25,980 നിഫ്റ്റി സ്പോട്ട് നിൽക്കുന്നു എന്ന് വിചാരിച്ചോളൂ. 26,000 ആയിരിക്കും അറ്റ് ദ മണി. അപ്പോൾ ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ആ അറ്റ് ദ മണിയിൽ ഞാൻ നോർമലായിട്ടും ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്തുള്ള നിറച്ച് കോൺസെപ്റ്റ് ഉണ്ട്. അത് ബേസ് ചെയ്തിട്ട് അവിടെ നിന്നൊരു ഫെയർ വാല്യൂ എടുത്ത് രാവിലെ തന്നെ ഇവരിങ്ങനെ തന്നെ റിയാക്ട് ചെയ്യും. അതായത് ഈ ഫെയർ വാല്യൂ വെച്ചിട്ട് കളിക്കും. ഈ ഫെയർ വാല്യൂ വെച്ചിട്ടാണ് ഇവിടെ നടക്കുന്നത്, ഇവിടുത്തെ ട്രേഡിംഗ് സെറ്റപ്പ് നടക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് രാവിലെ തന്നെ നമ്മൾ പറയുന്നത്. അതും അതിൻ്റെ അക്യൂറസി നിറച്ച് ആൾക്കാർക്കറിയാം. ഇത് വിശ്വസിച്ച് ഡെയിലി എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സുരാജ്, അദ്ദേഹത്തിന് വളരെ നന്ദി. കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിന് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ പ്രോഫിറ്റ് എടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഇടണമെന്നോ അതിനെക്കുറിച്ചുള്ള യാതൊരു റിക്വസ്റ്റും ഇല്ലാതെ സ്വമേധയാ അദ്ദേഹം എടുക്കുന്ന ഡെയിലി പ്രോഫിറ്റ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 ആഴ്ച കൂടുതലായിട്ട് ഡെയിലി അദ്ദേഹം ഗ്രീനിലാണ് ക്ലോസ് ചെയ്യുന്നത്. 1-2 ദിവസം എങ്ങാണ്ടോ റെഡായി, പക്ഷേ എല്ലാ ദിവസവും ഗ്രീനിൽ ക്ലോസ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അത് നമ്മൾ ആരെയും റിക്വസ്റ്റ് ചെയ്തിട്ട് അത് സ്വമേധയാ പുള്ളി ചെയ്യുന്നതാണ്. അതിന് കാരണം പുള്ളി ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു 125ഉം 150ഉമാണ് നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ കണ്ടുവരുന്നതെന്നുള്ളത്. നിങ്ങൾ ഈ ചാർട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലുള്ളത് കണ്ടോ, 25,950 പുട്ട് 9-ാം തീയതിത്തെ എക്സ്പയറിയുടെയാണ്. 9-ാം തീയതി ഡിസംബറിൻ്റെ എക്സ്പയറിയുടെയാണ്. എക്സാക്ട്ലി ഈ 125 രൂപയ്ക്ക് താഴെ വന്നതിന് ശേഷം എങ്ങനെ റിജക്ഷൻ എടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് ഈ പവർ ഓഫ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഈ പോയിൻ്റ് ഓഫ് കൺട്രോളിൻ്റെ ഇതിൻ്റെ പവർ, അതായത് അത് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻ്റായിട്ടും വർക്ക് ചെയ്യും. ഈ പുട്ടിന് 125 രൂപ കൂടുതൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, അത് താഴോട്ട് ഡ്രാഗ് ചെയ്തു. അത് തന്നെ അതേ സ്ട്രൈക്ക് 25,950 9-ാം തീയതി ഡിസംബർ മാസത്തിൻ്റെ കോൺട്രാക്റ്റ് നോക്കിയേ. എക്സാക്ട്ലി 125 അവിടെ സപ്പോർട്ടും 150 അവിടെ റെസിസ്റ്റൻറ്റും എടുത്തു. ഇന്നലെ നമ്മൾ 136 കയറി 152, 56 ഇറങ്ങാൻ കാരണം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ആ പോയിന്റിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ പോയിൻ്റ് ഓഫ് കൺട്രോളിൻ്റെ പവർ. കണ്ടോ, 125 ഇത് കാളാണ്, 25,950 കാളാണ്. സോ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളിനെ കാണിച്ചു തന്നാൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കാര്യത്തിലോട്ട് പോകാം. ഇതിനകത്ത് ഡിസ്കോഡ് എന്ന് പറയാൻ കാരണം ഒരേ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരേ ഇൻഡെക്സ്. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ ഇൻഡെക്സാണ്, ഫ്യൂച്ചറും സ്പോട്ടും. അതേപോലെ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡെക്സ് രണ്ടും ഫ്യൂച്ചറും സ്പോട്ടും.
ഈ ഡിസ്കോഡ് പറയാൻ കാരണം ബാങ്ക് നിഫ്റ്റി രണ്ടും ഫ്യൂച്ചറും സ്പോട്ടും ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡേ ഓപ്പണിൻ്റെ മുകളിലും ഗ്രീനിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിഫ്റ്റി സ്പോട്ടും ഫ്യൂച്ചറും റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡേ ഓപ്പണിൻ്റെ താഴെയും പ്രീവിയസ് ഡേ അതിന് മുന്നേ ഉള്ള ദിവസത്തിൻ്റെ ലോവിൻ്റെ താഴെയുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക, നിങ്ങൾ നോക്കുക, ഇന്ന് വെയിറ്റ് ചെയ്യുക. ഇന്നും പോയിൻ്റ് ഓഫ് കൺട്രോളിൽ ഡിസ്കോഡ് ഉണ്ട്. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോളിൻ്റെ ഡിസ്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കിട്ടുന്നത് ഇതാണ്. ഇന്നത്തെ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ലെവൽസ് വരട്ടെ. പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇന്ന് 105 രൂപയും 105 130 ഇതാണ് ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. 105 130 ഇടയ്ക്കാണ് നിൽക്കുന്നത്. സോ ഇത് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ലെവൽസ്. ഈ ലെവൽസൊക്കെ നിങ്ങൾ നോക്കുക. കാര്യത്തിൽ മാർക്ക് നിഫ്റ്റിയോ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഫിയർ ഉള്ളതായിട്ടൊക്കെയാണ് കാണുന്നത്. അതിനെ കുറേ അനലൈസിസ് നമുക്ക് കണ്ട് നോക്കാൻ പറ്റും. പക്ഷേ ഇത് ആൾക്കാർ പറയും W പാറ്റേൺ എന്ന് പറയും. ഞാനും കുറേ കാലം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബട്ട് ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ലെവൽ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ. ഇങ്ങനെ ഡിസ്കോഡ് ഉള്ളപ്പോൾ ഞാൻ സ്പോട്ടും കൂടെ ചേർത്ത് വായിക്കാറുണ്ട്, രണ്ടും കൂടെ ചേർത്ത് വായിക്കാറുണ്ട്. ഇതാണ് നിഫ്റ്റി സ്പോട്ടിൻ്റെ ലെവൽസ്. സോ നോക്കുക, ഇന്ന് വളരെ സമയമെടുത്ത് നമ്മുടെ വേണുഗോപാൽ സാർ വളരെ സമയമെടുത്ത് ഒരു കമൻ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.